ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. ലോകം മുഴുവനുമുള്ള ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 6 വർഷമായി സെൻറ് മേരീസ് മീഡിയ മിനിസ്ട്രി UAE-യിലുള്ള GCC രാജ്യങ്ങളിലെ വിവിധ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം വഴി നടത്തുന്ന വിധവും വിവിധ വൈദികരുടെ ജീവിത സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഗായകരുടെ വിവിധ പ്രൈസ് ആൻഡ് വർഷിപ്പുകളും അനുഭവങ്ങളും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ ഈ മണലാരണ്യത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നു. ജീവിതത്തിൽ ദൈവം ഈ മണലാരണ്യത്തെ സ്നേഹിക്കുവാനും ഈ മണലാരണ്യത്തിലും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും സഹായിച്ച വിവിധ വഴികളിലൂടെയാണ് ഓരോ എപ്പിസോഡും കടന്നു പോവുക. ഇന്ന് അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജബലാലി സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലെ മലയാളികളുടെ സ്പിരിച്വൽ ഫാദറായ ഫാദർ ബിജു ആണ് നമ്മളോടൊപ്പം ഇന്നായിരിക്കുക. അച്ഛൻ്റെ ജീവിതവും ഈ മരുഭൂമിയിൽ ദൈവജനത്തിനു വേണ്ടി അധ്വാനിക്കാൻ സ്നേഹത്തോടെ എല്ലാം ചെയ്യുവാൻ അച്ഛനെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളുമെല്ലാമാണ് ഇന്ന് നമ്മളുമായി ഷെയർ ചെയ്യുക. സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്തു. അച്ഛാ, ഒരിക്കലും സന്തോഷകരമല്ല മരുഭൂ ജീവിതം. നമ്മൾ നോക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ കാണുക പൊടി നിറഞ്ഞ അന്തരീക്ഷം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളാലും വേദനകളാലും നാട്ടിലേക്കാളും വിഷമിക്കുന്ന സമൂഹം, ഇതിനെല്ലാം നയിക്കാൻ വേണ്ടി ദൈവം അഭിഷേകം നൽകി ഈ മണ്ണിലേക്ക് വിടുന്നതിന് വലിയൊരു പശ്ചാത്തലമുണ്ടെന്ന് തീർച്ചയായും വിശ്വസിക്കുകയാണ്. അതിന് കാരണമായ ജീവിതവും മാതാപിതാക്കന്മാരും എല്ലാം ഈ ലോകത്തിൻ്റെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ അച്ഛന് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ജനിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂർ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ പണിക്കപ്പറമ്പിൽ ജോർജ് റീത്താമ്മ ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഞങ്ങൾ 6 പേരിൽ 4 പേര് ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണുള്ളത്. മൂത്ത ജ്യേഷ്ഠന്മാർ എല്ലാം വിവാഹം കഴിഞ്ഞു. 3 പേരും വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്നു. പെങ്ങന്മാരിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞു, മറ്റൊരാൾ കന്യാസ്ത്രീയാണ്. അദ്ദേഹം MST സമൂഹത്തിൽ സിസ്റ്റർ ടെസ്നി. എനിക്ക് ഏതാണ്ട് 3 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ കുടുംബം അവിടെ നിന്ന് ചാലക്കുടിക്ക് അടുത്തുള്ള എളിഞ്ഞിപ്പറ ചൗക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. എൻ്റെ ചെറുപ്പകാലം മുതൽ വളരുന്നത് അവിടെയാണ്. അവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടെ നിന്നും കുറ്റിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ 5ാം ക്ലാസ് മുതൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ മുതൽ പള്ളിയിൽ സ്ഥിരമായി പോവുകയും അൾത്താര ശുശ്രൂഷകനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് തീർച്ചയായിട്ടും കുടുംബത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ ആഗ്രഹം ഒരു ഡോക്ടറാകണം. പിന്നെ അതിനേക്കാൾ ഏറെയുള്ള ആഗ്രഹമായിരുന്നു ബഹിരാകാശം. എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. അല്ലെങ്കിൽ എയറോ സയൻസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്, പൈലറ്റ്. കാരണം ചാലക്കുടിക്ക് അടുത്ത് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, വെസ്റ്റേൺ എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെടുക. അവിടെ വിമാനത്തിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുമുണ്ട്. പലപ്പോഴും അതിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാം അതൊക്കെ പോയി നോക്കും. അതുപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പണ്ട് മുതൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ രോഗ സൗഖ്യത്തിന് വേണ്ടിയ ഒറ്റമൂലികൾ അല്ലെങ്കിൽ ഗ്രഹവൈദ്യം എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ മറ്റും ചെയ്യാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, കപ്പുച്ച സഭയിൽ ഒരു വൊക്കേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോരാൻ വലിയ താല്പര്യമില്ല, ഞാൻ ഒന്നെങ്കിൽ ഡോക്ടറാകാൻ പോകണം, അല്ലെങ്കിൽ എൻ്റെ മേഖലകൾ ഇതൊക്കെയാണ്, സയൻസാണ് താല്പര്യം. അങ്ങനെ ആ സഹോദരൻ പറഞ്ഞു, നീ എന്തായാലും ഒരു കൂട്ടിന് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവധിക്കാലത്ത് വെറുതെ ഇരിക്കുകയല്ലേ, ഒരു കൂട്ടിന് വരിക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ എലിഞ്ഞിപ്ര ആശ്രമത്തിൽ, ബത്ലേഹം ആശ്രമത്തിലെ ആദ്യത്തെ ധ്യാനം കൂടി. അതിനുശേഷം അവിടെ നിന്നും ഭരണങ്ങാനത്തേക്കുള്ള വലിയ ക്യാമ്പിലേക്ക് പ്രൊമോഷൻ ചെയ്യപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റിയും മറ്റ് അദ്ദേഹത്തിൻ്റെ സഭകളെ പറ്റിയുള്ള വായനകളൊക്കെ ഉണ്ടായിരുന്നു. വിശുദ്ധൻ്റെ ഇഷ്ടമായിരുന്നു, അച്ഛനാവുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. പുള്ളിൻ്റെ ഉള്ളിൽ പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് സാധിക്കുകയില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ എലിഞ്ഞിപ്ര നിന്നും പോയി ഭരണങ്ങാനത്ത് ഞാൻ ഒരു മാസത്തെ ഒരാഴ്ചയിലെ താമസിച്ചുള്ള വൊക്കേഷൻ ക്യാമ്പ് കൂടി കഴിഞ്ഞ് അതിനകത്ത് സെലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് കൃത്യമായിട്ടും വീട്ടിൽ പോയി ഞാൻ പറഞ്ഞത് ക്യാമ്പിന് പോകണം. അതിൻ്റെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ജൂൺ മാസം 8-ാം തീയതി സെമിനാരിൽ ചെല്ലാൻ 1957 ജൂൺ മാസം 8-ാം തീയതിയാണ് സെമിനാരിൽ ചെല്ലേണ്ടത്. സെമിനാരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും വീട്ടിൽ പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും പോകണമോ വേണ്ടിയോ എന്നുള്ള സംശയം നിൽക്കുകയായിരുന്നു. കാരണം വീട്ടിലെല്ലാവർക്കും താല്പര്യം MBBSന് പോകണം. അപ്പം അങ്ങനെ രീതിയിൽ പഠിച്ചുകൊണ്ടുവരുന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വൊക്കേഷനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം, എൻ്റെ വികാരിയച്ഛനായിരുന്നു ജോസഫ് കിഴക്കുന്നലച്ഛൻ. ഞാൻ അത്താഴ ശുശ്രൂഷകനായിരിക്കുന്ന അവസരത്തിൽ പോലും അച്ഛൻ്റെ അടുത്ത് പലപ്പോഴും സംസാരിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ വിമർശിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛനെ വിമർശിച്ചപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ വിമർശിക്കാൻ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഈ പറയുന്നവരുടെ അച്ഛനായിട്ട് കാണിച്ചാടാ. അത് മനസ്സിൻ്റെ ഉള്ളിൽ പണ്ടേ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം എന്തിനും ഒരു സമയമുണ്ടല്ലോ, ദൈവം നമ്മളുടെ ദൈവത്തിൻ്റെ ഒരു വിളിക്ക് വേണ്ടി ദൈവം ഒരു ഒരുക്കിയ വഴികളായിരുന്നു. അല്ലാതെ നേരിട്ട് രാത്രിയിലെ ഒരു ഉൾക്കാഴ്ച ഉണ്ടായതോ അതുമല്ലെങ്കിൽ ഒരു വൊക്കേഷൻ പ്രൊമോട്ടർ വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായിരുന്നു കൂടുതൽ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് വർത്തിച്ചത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ കപ്പൂച്ച സഭയിലേക്ക് കൊണ്ടുവരാൻ പ്രധാന ഒരു ഉപകരണമായി തീർന്ന അദ്ദേഹമായിരുന്നു. അങ്ങനെ ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പച്ചനും അമ്മച്ചിയും സപ്പോർട്ടായിരുന്നു. മറ്റുള്ള വീട്ടിലുള്ള അംഗങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, കാരണം അവരെല്ലാം പ്രതീക്ഷിച്ചത് ഞാനൊരു ഡോക്ടറാകുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവസാനം ഞാൻ പറഞ്ഞു, ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു വിവാഹ ജീവിതം കഴിച്ചുമ്പോൾ ആണെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുകയില്ല, ഞാൻ തന്നെ വഹിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനത്തിന് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊള്ളാം. മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു. അവർ എൻ്റെ ജൂൺ മാസം 8-ാം തീയതി ആശ്രമത്തിൽ കൊണ്ടയാക്കി. ആശ്രമ ജീവിതത്തിൻ്റെ ആദ്യത്തെ 3 വർഷങ്ങളിൽ വീട്ടിൽ നിന്ന് വളരെയധികം എതിർപ്പായിരുന്നു. ആകെ സപ്പോർട്ടുണ്ടായിരുന്ന പാരൻസ് മാത്രമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ എതിർപ്പ് ഒത്തിരി ശക്തിയായിട്ട് തോന്നുന്നത്. അന്ന് സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ തിരിച്ചു പോന്നേക്കാം. ഇവർ എതിർപ്പും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പം എനിക്ക് ഈ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകണമെന്നൊരു തീർച്ചയായിട്ടും ഒരു ആഗ്രഹം. അങ്ങനെ വൈദികനായത് ഏത് വർഷമാണ് അച്ഛാ? 1999 നവംബർ 27-ാം തീയതി വൈദികനായി. അതിനുശേഷം നാട്ടിലായിരുന്നു ശുശ്രൂഷ ചെയ്തത്? അതിനുശേഷം ഞാൻ ആദ്യം പള്ളിയപ്പെടുന്ന മലമ്പുഴയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ്. മലമ്പുഴ ഉദ്യാനത്തിനടുത്തുള്ള സെൻറ്റ് ജൂഡ് പള്ളിയിൽ. അവിടെ 3 പള്ളികളുണ്ടായിരുന്നു: തെക്കേ മലമ്പുഴ, മരിയനഗർ, സെൻറ്റ് ജൂഡ് മെയിൻ പള്ളി. അവിടെയും ഏതാണ്ടൊരു മിഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ തെക്കേ മലമ്പുഴയിലേക്ക് പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയില്ല. ഡാമിനക്കരയിൽ നിന്നും ജീപ്പാണ് വല്ലപ്പോഴും ഉള്ളത്. ഡാമിന് വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ കാത്തു നിന്നാലും ജീപ്പ് കിട്ടുക. ആ ജീപ്പ് കിട്ടി റബ്ബർ തോപ്പിനകത്ത് ചെറിയൊരു പള്ളിയാണുള്ളത്. ഒരു ഓല ഷെഡായിരുന്നു അന്ന്, പള്ളി പണിതിട്ടില്ല. അപ്പോൾ ആ പള്ളിയിലേക്ക് ജീപ്പിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നമ്മൾ കുർബാനയ്ക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് കുർബാനയെല്ലാം കഴിഞ്ഞ് രാത്രിയാകും തിരിച്ചു വരുമ്പോൾ.
പല ദിവസം ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കാത്തു നിന്ന് നിൽക്കുമ്പോൾ ആലോചിച്ചു ഈ 1 മണിക്കൂർ നടക്കുകയാണെങ്കിൽ എനിക്ക് പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ പലപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ ജീപ്പിൽ ആൾക്കാർ കയറി തുടങ്ങിയിട്ടില്ല, ആൾ കുറവാണെങ്കിൽ പതുക്കെ അവിടെ നടന്ന് പള്ളിയിലേക്ക് പോകും. അപ്പോൾ സാധാരണക്കാരൻ്റെ ആ ത്യാഗത്തിന്റെ ഒക്കെ സമയത്ത് ഒരുപക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വിഷമങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് കൂടുതൽ സന്തോഷം തോന്നിയത്. കാരണം നടന്നു പോകുമ്പോഴും കൂടുതൽ പന്തയിലും കൊണ്ടാണ് പോവുക. അപ്പോൾ അതെല്ലാം ശക്തിയായിട്ട് മാറി. ഓരോ ശക്തിയാണ്. കാരണം നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പുതിയ വഴികളെ പറ്റി ചിന്തിക്കുകയും വഴികൾ തുറന്നു പോവുകയും ചെയ്യുക. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ഈ വടക്കേന്ത്യയിലെ ഒരു പ്രദേശത്ത്, ആഫ്രിക്കയിലെ ഒരു പ്രദേശത്തൊക്കെ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ പറയാ ഇതേ വെട്ടമില്ല, ലൈറ്റില്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് ഇവർ നടന്ന് ചെന്ന് ഭക്ഷണമൊക്കെ ആണെങ്കിലും അവിടുത്തെ എന്തോ നിസ്സാരം, നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം പോലുമല്ല. അവിടെയും ഒരു കപ്പ്യൂച്ചനച്ഛൻ ഒരു ലൈറ്റില്ലാത്ത ഒരു വീട്ടിൽ ഒരു തിരിയും കത്തിച്ച് വെച്ച് ബാത്റൂം ഇല്ലാത്ത ഒരു മുറിയിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെയും സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. വിശുദ്ധ കുർബാന കൂദാശകൾ നൽകാൻ വേണ്ടി അവിടെ ജീവിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ പരുവത്തിനൊരു ട്രെയിനിങ് ആണോ നിങ്ങൾക്ക് ഈ നമ്മൾ ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കും? ജീവിതഗന്ധിയായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് കപ്പൂച്ചൻ സഭയാണ് എനിക്ക് എപ്പോഴും ലഭിക്കുക. പ്രത്യേകിച്ച് ഫിലോസഫി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്ക് മുമ്പ് തന്നെ ചെറുപ്പം മുതൽ തന്നെ കിട്ടുന്നത് നമ്മുടേതായ വസ്ത്രങ്ങൾ കഴുകുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാത്രങ്ങൾ കഴുകുക, ഭക്ഷണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക, പണപ്പണി കൃഷിപ്പണി ചെയ്യുക. അപ്പോൾ സാധാരണക്കാർ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ അവൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിക്കൊണ്ട് വേണം നമ്മൾ പഠിച്ചുകൊണ്ട് സെമിനാരി ഫോർമേഷൻ പൂർത്തിയാക്കാനായിട്ട്. അല്ലാതെ സെമിനാരി ഫോർമേഷൻ ഈ മതിൽക്കെട്ടുകൾക്കെല്ലാം മാറി നിന്നുകൊണ്ട് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതല്ല. അതോടൊപ്പം തന്നെ മറ്റു ദിവസങ്ങൾ കുർബാനകളിലാണെങ്കിലും ജനങ്ങളോടൊപ്പം നമുക്ക് സഹകരണമുണ്ട്, ജനങ്ങളുടെ വേദനകളിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫിലോസഫി മുതൽ വേദപാഠ ക്ലാസ്സുകൾക്ക് പഠിപ്പിക്കാനായിട്ടും ജനങ്ങളെ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു നല്ല ട്രെയിനിങ്ങിലൂടെ നമ്മളെ ഒരുക്കി വാർത്ത ആ സമയത്ത് ചിലപ്പം നിസ്സാരമായ താല്പര്യം കൊണ്ട് വന്നവരെല്ലാം വിട്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും. എത്ര വർഷത്തെ പരിശീലനമാണ് നമുക്ക് കിട്ടുക? അത് 12 വർഷമാണ് സാധാരണഗതിയിലുള്ളത്. പിന്നെ നമ്മൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പോകുകയാണെങ്കിൽ അല്പം 1 വർഷത്തിൽ ചിലപ്പം വ്യത്യാസം കിട്ടും. അത്രേ കിട്ടുന്നുള്ളൂ. അതിനുശേഷം മലമ്പുഴയിൽ നിന്ന് അച്ഛന് ഈ UAE മണ്ണിലേക്കാണോ വന്നത്? അല്ല, മലമ്പുഴയിൽ നിന്ന് വേറെ പോയത് മൈനസ് സെമിനാരിയിലേക്കാണ്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ 2 വർഷത്തോളം. തമാശയായിട്ട് ഞാൻ പറയാറുണ്ട്, പണ്ട് മൈനസ് സെമിനാരി ഫോർമേഷൻ ശരിയായി ചെയ്യാത്തത് കൊണ്ട് പ്രൊവിൻഷ്യൽ വീണ്ടും മൈനസ് സെമിനാരി കൊണ്ടുപോയിട്ടു എന്ന് പറയും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക കപ്പ്യൂച്ചൻ അച്ഛന്മാരുടെ വേഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അച്ഛന്മാരോടൊക്കെ ഈ തമാശന് വർത്താനം പറയുമ്പോൾ ചോദിച്ചാലും കൂടി വന്ന 2 അല്ലേ 3 ഉടുപ്പേ ഇവർക്കുള്ളൂ. അപ്പോൾ ആ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും താഴ്ന്ന എളിമയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണോ അതോ നേരത്തെ തന്നെ ചിന്തയിൽ വരുന്നതാണോ? എങ്ങനെയാണ്? നമ്മുടെ സെമിനാരിൽ കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ്. ബേസിക്കായിട്ട് നമുക്ക് 2 ജോഡി ഡ്രസ്സ് മതി, ആ രീതിയിൽ എളിമയോടെ ജീവിക്കാൻ പഠിക്കണം, ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് UAEക്കാണോ വന്നത്? അതിനുശേഷം വികാരിയച്ഛനായിട്ട് തലക്കോട്ടുകര അടുത്തുള്ള കുറുമാല എന്ന് പറയുന്ന ഇടവപ്പള്ളിയിലേക്ക് അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം ആ സമയത്ത് തന്നെ ഞാൻ പ്രജ്യോതി നികേതൻ കോളേജ് പുതുക്കാട് അവിടെ പോയി ക്ലിനിക്കൽ സൈക്കോളജിയിൽ MSc കോഴ്സ് ചെയ്യുന്നു. ആ കോഴ്സിന് ശേഷം 2006 അവിടെ നിന്നും മണിപ്പാലിൽ MPhil ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യാൻ വേണ്ടി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശരി, അപ്പോൾ സൈക്കോളജിയിലാണ് കൂടുതൽ അച്ഛൻ അല്ലേ? ക്ലിനിക്കൽ സൈക്കോളജി. വെരി ഗുഡ്. അപ്പോൾ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഈ നമ്മുടെ ഈ ജീവിത യാത്രയിൽ, പ്രത്യേകിച്ച് ഈ യൂത്തിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ? യൂത്തിനെ മാത്രമല്ല, നമുക്ക് മുതിർന്നവരെയാണെങ്കിലും കൂടുതൽ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു ബിബ്ലിക്കലി ബേസ് ആണോ അതോ തികച്ചും ശാസ്ത്രീയ വശമാണോ? പഠിച്ചത് ശാസ്ത്രീയം മാത്രമാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒരു കയ്യിൽ ബൈബിളും മറു കയ്യിൽ രണ്ടും എതിരല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം, കാലികമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം. ഓക്കെ ഓക്കെ. ഈ ഇവിടേക്ക് വന്ന കാലഘട്ടം ഏതായിരുന്നു? 2010 നവംബർ മാസം 1-ാം തീയതി ഫുജറ സെന്റ് മേരീസ് ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടും ഫുജറ സ്കൂളിലെ സൈക്കോളജിക്കൽ കൗൺസിലറായിട്ടും കൂടെയാണ് വന്നത് ആദ്യമായിട്ട്. അതിനുശേഷം അവിടെ 1.5 വർഷം 18 മാസം തീർച്ച് 2012 മെയ് മാസം 1-ാം തീയതി സെന്റ് മൈക്കിൾസ് ദേവാലയം ഷാർജയിലേക്ക് എത്തി.
അവിടുത്തെ ശുശ്രൂഷ തീർത്ത് 2014 നവംബർ 27 ഇവിടെ വന്നു ജബലലി ജബലലി ദേവാലയത്തിലെത്തി. ഇപ്പോൾ 3 വർഷമാണ്. 2 വർഷം 4 വർഷത്തിലേക്ക്. അച്ഛൻ ഈ മരുഭൂമിയിൽ അച്ഛന് ദിവസം തോറും കാണുന്നത് നാട്ടിലേക്കാളൊക്കെ ഒരു പക്ഷേ ചിലർ ഇവിടുത്തെ 2-3 സൈസ് ജീവിതമാണല്ലോ. ഒരു കൂട്ടർക്ക് സമ്പന്നതയുണ്ട്, ചിലർ ശമ്പളം പോലും കിട്ടാതെ ഒരുപക്ഷെ നാട്ടിലിരുന്ന് കാണുന്നവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദയനീയതയുള്ള ക്യാമ്പുകളിലെ ജീവിതങ്ങളും ഭക്ഷണത്തിനും നല്ലൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തത്, ഇങ്ങനെ വിവിധ തരം മനുഷ്യരെ അച്ഛനൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഫാദർ എന്ന നിലയ്ക്ക്. ഈ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ക്രിസ്തുവിൻ്റെ ആ സന്ദേശം ഇവരിലേക്ക് എങ്ങനെയാണ് അച്ഛൻ എത്തിക്കാൻ പറ്റുക? നമ്മുടെ ഇവിടെ വരുമ്പോൾ പല രീതിയിലുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും പറഞ്ഞത് ശരിയാണ്. ഒന്ന്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അൺസർട്ടനിറ്റിയാണ്. ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല. നാളെ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ അറിയാൻ എനിക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും താഴേക്കടയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പം അതിനാൽ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ കൂടുക. പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ വിശ്വാസത്തിൽ വളരും. നമ്മുടെ ജീവിതം സ്വച്ഛമായിട്ട് ഒഴുകുമ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും കുറയും. കാരണം നമ്മൾ പറയും സമയമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ ജബലലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ലേബർ ക്യാമ്പുകളാണ്. ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ ഏഗസ്റ്റിലാണ്. ഏഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കുടുംബം നാട്ടിലാണ്. മിക്കവാറും ഇവരെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ മറ്റ് ഇടവകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണുന്ന ഏറ്റവും പ്രത്യേകത അതാണ്. ഇവിടെ ഒരു കുടുംബം എന്ന് പറയുന്നതാണ് 300ഓളം കുടുംബങ്ങളെ മലയാളി കുടുംബങ്ങളായിട്ട് നമുക്ക് ഈ ഇടവകയ്ക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബാക്കി വരുന്നവരെല്ലാം നമുക്ക് ഒരു 2500ഓളം ആൾക്കാർ ആഴ്ചയുടെ അവസാനം നമ്മുടെ ദേവാലയത്തിൽ മലയാളികൾ വന്നു പോകുന്നുണ്ട്. മലയാളം കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ വരുന്ന വേറെ മലയാളികളുണ്ട്. അത് കൂടുതൽ ഫാമിലിയാണ്. പക്ഷേ ഇൻഡിവിജ്വൽസും ഫാമിലിയും കൂടെ ആയിട്ട് 2500 അതിലധികം ആൾക്കാർ മലയാളം കുർബാനയ്ക്ക് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മുടേതായ രീതിയിൽ അവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനമുള്ളത്. രണ്ടാമത്തെ കാര്യം, ക്യാമ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്കവാറും ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ കുർബാനയ്ക്ക് ക്ഷണിക്കുക, മറ്റു കുദാശകളിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് കുറച്ചെല്ലാം സമയം കണ്ടെത്തുക. അതുപോലെ തന്നെയാണെങ്കിലും ധ്യാനങ്ങൾക്കോ ഏകസ്ക്ക് വേണ്ടി ധ്യാനം നടത്തുക. അങ്ങനെ ധ്യാനങ്ങളിലേക്ക് മറ്റ് ദേവാലയത്തെ ചുറ്റിപ്പറ്റി ഇവരെ നിർത്താൻ വേണ്ടിയുള്ള സർവ്വ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഒരുപക്ഷെ ഈ പ്രത്യേകിച്ചും കൂദാശകൾ കുർബാനയും കുമ്പസാരമാണല്ലോ എന്നും വേണ്ടത്. അപ്പോൾ എന്നും തന്നെ ഈ നിറഞ്ഞു നിൽക്കുന്ന 2500 പേരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു അച്ഛനേ ഉള്ളൂ. ഒത്തിരി ഫങ്ഷൻസ് ഇവിടെയുണ്ട്. ഫാമിലിക്ക് വേണ്ടിയുണ്ട്, യൂത്തിന് വേണ്ടിയുണ്ട്, കരിസ്മാറ്റിക് പ്രെയർ ഉണ്ട്. അച്ഛൻ കരിസ്മാറ്റിക്കിൻ്റെ UAE കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ CSTയുടെ സ്പിരിച്വൽ ജോയിന്റ് ഡയറക്ടറും കൂടെയാണല്ലോ. അപ്പം അച്ഛൻ ആ ഉത്തരവാദിത്തം കൂടെ കൂടുമ്പോൾ അതിൻ്റെ ഒന്ന് പറയാമോ? കരിസ്മാറ്റിക് ജീവിതം ഇവിടുത്തെ എങ്ങനെയാണ്? ഇവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും പ്രാർത്ഥനാരൂപിയിൽ വളർത്തിയതും കരിസ്മാറ്റിക് പ്രസ്ഥാനമാണ്. അതിന് എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും അതിന് കൊടുത്തിരിക്കുന്ന ആ മനോഹരമായ ശക്തി നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഷാർജയിലോ ഫുജൈറയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പല കുടുംബങ്ങളിലായിട്ട് കൂടിക്കൊണ്ട് പ്രാർത്ഥിച്ചൊരുവിച്ചിട്ടാണ് ഞങ്ങൾക്കൊരു പള്ളി വേണം എന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുകയും മറ്റുപോലെ കൂട്ടിക്കൊണ്ട് അതൊരു കൂട്ടായ്മ വളർന്ന് അത് പലപ്പോഴും പള്ളിക്ക് ഉള്ള ഒരു ഇടമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതുപോലുള്ള താല്പര്യങ്ങൾ പിന്നീടാണെങ്കിലും ഇവർ ഒരുപക്ഷെ നാട്ടിൽ ധ്യാനം കൂടി കടന്ന വ്യക്തികളായിരിക്കാം. നാട്ടിൽ നിന്നും പല വ്യക്തികളെ അന്നിവിടെ അനുവാദമില്ലാതിരുന്ന സമയങ്ങളിൽ പോലും നാട്ടിൽ നിന്നും ധ്യാന പ്രസംഗരെയെല്ലാം സ്വന്തം ചെലവിൽ വിസയെല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വൈദ്യർക്കെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് പള്ളിയുടെ കൂട്ടായ്മകളില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ വചനം എത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരെ പഠിപ്പിച്ചതും അതുപോലെ അവശരായ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് റീച്ച് ഔട്ട് മിനിസ്ട്രിയിലൂടെയും അതുപോലെ ജയിൽ മിനിസ്ട്രിയിലൂടെയും ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലൂടെയും എല്ലാം ചെന്ന് അവരെല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സാന്ത്വനം നൽകിക്കൊണ്ട് ആ ഒരു മനോഹരമായ ദൈവിക സന്ദേശം എത്തിച്ചത് കരിസ്മാറ്റിക് കൂട്ടായ്മ. അതിൻ്റെ അകത്ത് അച്ഛന് വലിയ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 7 എമിറേറ്റിന്റെ ഉത്തരവാദിത്വം അച്ഛൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ പല ഫംഗ്ഷനും ഒത്തിരി കാര്യങ്ങളും ഇവിടെ ഉണ്ട് താനും. എല്ലാ എമിറേറ്റിലും ഒത്തിരി പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പോൾ അതിന് സമയത്തിന്റെ ഒരു പരിമിതി അച്ഛനെ ബാധിക്കാറുണ്ടോ?
സമയത്തിന്റെ പരിമിതി തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട്. പിന്നെ ഞാനൊരു അസിസ്റ്റന്റ് സ്പിരിച്വൽ ഡയറക്ടറാണ് അതെ, ജോണച്ചനോട് നമ്മളെ സഹായി പ്രധാനമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ശ്രമിക്കുന്നു. അച്ഛാ, നമുക്ക് ജിബിലിയിലേക്ക് തന്നെ വരാം. ഇവിടെ എത്ര കമ്മ്യൂണിറ്റിയുടെ ശുശ്രൂഷകളാണ് ഇവിടെ നടക്കുക? ഏറ്റവും വലുത് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, സ്പാനിഷ് ഉണ്ട്, ജർമ്മൻ, ഫ്രഞ്ച്, അറബിക്, ഗ്രീക്ക്, സ്ലോവാക്ക്, പോളിഷ്, തഗലോഗ്, തമിഴ്, കൊങ്കണി, ഇത്രയും കമ്മ്യൂണിറ്റികൾ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കും. എന്നും തന്നെ ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോഴും ആളാണല്ലോ, നിറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴത്തേനും അടുത്ത ഗ്രൂപ്പ് റെഡിയായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ലോകത്തിൻ്റെ ഒരു സ്ഥലത്തും കാണാത്തത്ര ഒരു തിരക്ക് നമ്മുടെ UAE എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് എനിക്ക് അറിയാം ദുബായ് ആണെങ്കിലും ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്. ആ രംഗം കാണുമ്പോൾ അച്ഛൻ്റെ മനസ്സിലെ ആ സന്തോഷം ഒന്ന് വിവരിക്കുക അച്ഛൻ. ഇത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം ഞാൻ തിരക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ ഓരോ വ്യക്തിയും കുർബാനയ്ക്ക് വരുന്നത്, ഇവിടെ വരുന്നത് ഏറ്റവും അകലുന്ന ഏതാണ്ട് 1 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്ത് വരുന്ന വ്യക്തികളുണ്ട്, 45-50 കിലോമീറ്റർ അകലെ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ പള്ളി വീട്ടിനടുത്ത് 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും പള്ളിയിൽ നമ്മൾ എത്താൻ നമ്മൾ പലപ്പോഴും മടി പറയാറുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് വേർത്തൊലിക്കുന്ന, ചിലപ്പോൾ ബസ് കിട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കുത്തി നടക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് തലേ ദിവസം വ്യാഴാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് താമസിച്ചായിരിക്കും വരുന്നത്. പിറ്റേ ദിവസം ജോലിക്ക് പോകണം ശനിയാഴ്ച. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വരുമ്പോൾ അത് 10 പേരുള്ളെങ്കിൽ പോലും എത്രയും സന്തോഷകരമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ കടന്നു വരുന്ന ഇപ്പോൾ തന്നെ നമുക്കറിയാം കാലാവസ്ഥ ഇവിടുത്തെ ചൂടിനെ തുടക്കമാകാൻ വേണ്ടിയുള്ള ഒരു പൊടിയാണ് ഇവിടെ മുഴുവൻ. അപ്പോൾ അസുഖങ്ങളും ഒത്തിരിയേറെ ചിലപ്പോൾ നമുക്ക് പിടിക്കും, ചുമയും പനിയും ഒക്കെ. അപ്പോൾ അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഇപ്പോഴും തന്നെ ആൾക്കാർ വരില്ല. അപ്പോൾ ഈ സമയത്തെല്ലാം നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അച്ഛൻ പറഞ്ഞ പോലെ കിലോമീറ്ററിൻ്റെ അകത്ത് പള്ളി ഉണ്ടായിട്ടും പോകാത്തവർക്ക് വേണ്ടി അച്ഛൻ എന്താണ് ഇവിടെ ഇരുന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാം? അതുപോലെ മറ്റു ലോകം മുഴുവൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും പറയാനുള്ളതാണ്, ഒരു ദിവസം നമ്മൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ശക്തി നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ശക്തിമത്തായിട്ടുള്ള അനുഗ്രഹദായകമായിട്ടുള്ള പ്രകാശയാണ്. ഒരുപക്ഷെ മുഴുവൻ കുർബാന സംബന്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ജോലി തിരക്കുകൊണ്ട് ഒരു നിമിഷമെങ്കിലും പോയി കർത്താവ് ഞാൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കർത്താവിനെ പോയി കണ്ടുപോവുകയാണെങ്കിൽ ആ ദിവസം വളരെ അനുഗ്രഹദായകമാണ്. നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സമയമില്ല എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ മനസ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും സമയമുണ്ട്. അച്ഛൻ്റെ ഒരു സിസ്റ്റർ, സഹോദരി കന്യാസ്ത്രീ എന്ന് പറഞ്ഞു. എന്താണ്, ഏത് മഠത്തിലാണ്, എവിടെയാണ് അത് ശുശ്രൂഷ ചെയ്യുക? സിസ്റ്റർ MSM മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന സഭയിലാണ്. പുള്ളിക്കാരത്തെയും US-ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൽക്കാലം നാട്ടിലേക്ക് അവധിക്ക് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവർ പാറ്റ്ന പ്രൊവിൻസിലുള്ളതാണ്, ലക്നൗ പ്രൊവിൻസിലാണുള്ളത്. മിഷനാണ്. അപ്പോൾ മാതാപിതാക്കന്മാർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, രണ്ടുപേരുണ്ട്. അവർക്ക് ഇപ്പം നിങ്ങൾ ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും ഒക്കെ ഒന്നിച്ച് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ ഇപ്പം എന്തുമാത്രം സന്തോഷമുണ്ട് അത് അച്ഛൻ അനുഭവിക്കുന്നുണ്ടോ അവിടെ ചെല്ലുമ്പോഴൊക്കെ? തീർച്ചയായിട്ടും. അവർ ഒരുമിച്ച് കൂടുമ്പോൾ ഫാദറിന് 85 വയസ്സായി, മദറിന് 80ഓളം വയസ്സായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വല്ലപ്പോഴാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുക. കാരണം 6 പേര് ഒരുമിച്ച് കൂടുതൽ വളരെ കുറവായിട്ടാണ്. ഓരോ രാജ്യത്തൂടെയാണ് ഓരോരുത്തർ. കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെയും എൻ്റെയും വർദ്ധവാക്കാലത്തിന് ജൂബിലി ആഘോഷിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നന്നാണ്. ജീവിതത്തിൻ്റെ ഈ മരുഭൂ യാത്രയിൽ ദൈവം ഒരു വഴി നടത്തുകയാണെന്നുള്ള ഒരു സ്നേഹം, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം ഈ കാലഘട്ടത്തിൽ അച്ഛനെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നു. ആ സ്നേഹത്തെയും കൂദാശകളോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി, മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക ക്രിസ്തുവിന് വേണ്ടി. ആ ഫ്രാൻസിസ് അസീസിയുടെ സ്നേഹത്തെയും ആ ക്രിസ്തുവിൻ്റെ വിളിയെയും എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് അച്ഛന് ലോകത്തോട് പറയാനുള്ള ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതലുള്ള ക്യാമ്പുകളെന്ന് പറഞ്ഞു ഓരോ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിരുന്നു 13 ബസ്, വലിയ ബസ് ഈ ദേവാലയത്തിലേക്ക് ക്യാമ്പുകളിൽ നിന്നും സഹോദരന്മാർക്ക് പള്ളി വരാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ബസ്സുകളും മറ്റില്ലാത്തത് കൊണ്ട് ബസ്സുകൾ ഓടുന്നുണ്ട്. ഈ ബസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളം സമൂഹം തന്നെയാണ് അതിനുള്ള പൈസ. ഒരു മാസം ഏതാണ്ട് 18,000-ഓളം നമുക്ക് ചിലവുണ്ട്. ഇതെല്ലാം വരുന്നത് നമ്മുടെ സഹോദരയിൽ തന്നെയാണ്.
അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു വ്യക്തിയെ പോയി സമീപിച്ചു കൊണ്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ നന്മ ഇന്നും പറ്റിയിട്ടില്ല. അതെ. ഈ ദേവാലയത്തിൽ കടന്നു വരുന്ന സഹോദരന്മാർ തന്നെ, ഞങ്ങൾ മറ്റു സഹോദരന്മാർ ദേവാലയത്തിൽ കടന്നു വരണം, പ്രാർത്ഥിക്കണം എന്ന് കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നൊരു ഇതാണ് ഒരു മനോഹരമായ സ്നേഹത്തിന്റെ ദൗത്യം. എൻ്റെ കയ്യിലുള്ളത് നിന്റെ കൂടിയാണെന്നുള്ള ബോധ്യം. അപ്പോസ്തലന്മാരെ പോലെ അതെ, നമ്മളെ ആരും ദാരിദ്ര്യമൊക്കെ അറിഞ്ഞില്ല. സത്യമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ വെച്ചാൽ, ഇവിടെ മാതാവിന്റെ ഗ്രോട്ടയുടെ മുമ്പിൽ വളരെയധികം തീക്ഷ്ണമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എപ്പോൾ വന്നാലും കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ പല അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇവിടെ പല വ്യക്തികളും അച്ഛനോട് വന്ന് പറഞ്ഞിട്ട് കാണും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, ചിലപ്പോൾ മാനസാന്തരമോ രോഗശാന്തികളോ, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാനയിൽ അല്ലെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി അനുഭവങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തിട്ട് കാണും. അതിലേതെങ്കിലും ഒരു അനുഭവം അച്ഛന് ഓർത്ത് പറയാൻ പറ്റുമോ? ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി നേടിയ പല വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. കടബാധ്യത മാറിയത്, ജോലി കിട്ടിയത്. അത് ഇപ്പോൾ അവർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് അവർ പറഞ്ഞത്, മാതാവിൻ്റെ ഗ്രോട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജബലലിയെ സംബന്ധിച്ചിടത്തോളം തിരക്കില്ലാത്ത സ്ഥലമാണ്. കാരണം റോഡിൽ നിന്ന് നീങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് വന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ അത് മാത്രമല്ല, മറ്റാരും വന്ന് ശല്യപ്പെടുത്തുകയില്ല. അപ്പോൾ ഇവിടെ വന്ന് ശാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പള്ളിയിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമുണ്ട് എന്നൊരു പ്രത്യേകം പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ദിവ്യകാരുണ്യ ചാപ്പലുണ്ട്. ആ ദിവസത്തിൽ രാവിലെ 5:30 മുതൽ രാത്രി 10 മണി വരെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചാപ്പലിലേക്ക് കടന്നു വരുമ്പോഴും ദിവസത്തിലെ ഇടമുറിയാതെ ആൾക്കാർ കടന്നു വരുന്നതിന് കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെങ്കിലും ഇല്ലാത്ത സമയം ഇവിടെ ഇല്ല. അപ്പോൾ അത്രയധികം ആൾക്കാർ പ്രാർത്ഥിക്കാൻ ദാഹത്തോടെ കാത്തിരിക്കുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അതുപോലെ കുർബാനകൾക്കാണെങ്കിൽ രാവിലെ കുർബാന കഴിഞ്ഞ് കുടുംബമായിട്ട് വന്ന് കുട്ടികളെയും കൊണ്ട് കുർബാനയ്ക്ക് വന്നിട്ട് വണ്ടിയിലിരുത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവർ സ്കൂളിൽ വിടുന്ന ചില കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അത്രയും മനോഹരമായ രീതിയിൽ കുഞ്ഞുങ്ങൾ വളർത്തുകയും മാതൃ കൊടുക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാരും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും എല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എസെക്കിയേൽ പ്രവചനത്തിൽ കാണുന്ന പോലെ ദേവാലയത്തിൽ നിന്നാണ് ഒരു അരുവി ഒഴുകുക. അത് കൂദാശകളിലൂടെയാണ്, വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ അരുവി ദൂരം പോകുന്തോറും അതിൻ്റെ ആഴം കൂടുന്നു. പരിശുദ്ധാത്മാവാകുന്ന അരുവി ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് പകർന്നു കൊടുക്കുന്ന, അതിൻ്റെ ആഴം കൂടുന്ന വ്യക്തിത്വങ്ങളായി ഈ UAE ജബിലാലി പള്ളിയിലെ ഓരോ വ്യക്തിത്വങ്ങളും മാറട്ടെ എന്നാണ് ഇപ്പോൾ നമ്മളോട് അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്ത ബിജു അച്ഛൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം ഈ ജബിലലി പള്ളിയിലുണ്ട്. അഥവാ ഈ UAE പല ദേവാലയങ്ങളിലും അച്ഛൻ ശുശ്രൂഷ ചെയ്തോടെയൊക്കെ ഉണ്ട്. അവർ മറ്റുള്ളവരെ സഹായിക്കാനും സന്നദ്ധമാണ്. നന്മ കണ്ടെത്തി അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നയിക്കുന്ന നല്ല വൈദികരാണ് ഇവിടെയുള്ളത്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ സന്തോഷവും അഭിമാനവും ആണ് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കാണുക. അച്ഛ, ഒത്തിരിയേറെ നന്ദി. ഈ നിമിഷങ്ങളിൽ അച്ഛനെ ദൈവം ഒത്തിരി സമർത്ഥമായി അനുഗ്രഹിച്ചുകൊണ്ട് അനേക ശുശ്രൂഷകൾ ഇനിയും ചെയ്യുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശ്രദ്ധിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി